ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കാലാവധി കഴിഞ്ഞ പാക്കറ്റ് പാൽ ഫ്രീസറിൽ വെച്ച് വിൽപ്പന. ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും ആരോഗ്യ വകുപ്പിന്റെയും പരിശോധനകൾ ടൗണുകളിൽ മാത്രം ഒതുങ്ങി. എന്നാൽ നാട്ടുമ്പുറകളിലെ കടകളിലാണ് വ്യാപകമായി അവധി കഴിഞ്ഞ പാൽ അടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് പൊതുവെ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാറുള്ളത്. എന്നാൽ രേഖപ്പെടുത്തിയ തീയതി നോക്കി അവധി കഴിഞ്ഞതാണോ എന്ന് പരിശോധിക്കാൻ ആരും തയ്യാറാകില്ല. ഇവിടങ്ങളിലാകട്ടെ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെയും ആരോഗ്യ വിഭാഗത്തിന്റെയും പരിശോധനകൾ നടക്കുന്നുമില്ല. പാക്കറ്റ് പാലിന്റെ കാലാവധി കഴിഞ്ഞിട്ടും ഫ്രീസറിൽ വെച്ച് കട്ടയാക്കി ഉപഭോക്താക്കൾക്ക് വിൽക്കുന്നതായി വ്യാപക പരാതിയാണ് ഇപ്പോൾ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം കടയിൽ നിന്ന് പാൽ വാങ്ങിയ ഉപഭോക്താവിന് ലഭിച്ചത് 10 ദിവസം മുൻപ് കാലാവധി കഴിഞ്ഞ പാക്കറ്റ് പാലാണ്. പാൽ ഫ്രീസറിൽ സൂക്ഷിച്ചാൽ കേടാവില്ലെന്ന വ്യാപാരികളുടെ വിചിത്രവാദമാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഇത് പൂർണ്ണമായും നിയമവിരുദ്ധവും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതുമാണെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് വ്യക്തമാക്കുന്നു. പാക്കറ്റിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉപയോഗ കാലാവധി കഴിഞ്ഞ ഒരു ഭക്ഷ്യവസ്തുവും വിൽപ്പന നടത്താൻ പാടില്ല. പാൽ ഫ്രീസറിൽ സൂക്ഷിച്ചു എന്ന കാരണത്താൽ ഈ നിയമത്തിൽ യാതൊരുവിധ ഇളവുകളും വ്യാപാരികൾക്ക് ലഭിക്കില്ല. ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയാലും കാലാവധി കഴിഞ്ഞ പാലിൽ മനുഷ്യ ശരീരത്തിന് ഹാനികരമായ ബാക്ടീരിയകൾ വളരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. കടകളിൽ അടിക്കടി കരണ്ട് പോകുന്നതും ഫ്രീസറുകൾ തുറക്കുന്നതും താപനില വ്യതിയാനത്തിന് കാരണമാകും. ഇത്തരം പാൽ ഉപയോഗിക്കുന്നത് കടുത്ത ഭക്ഷ്യവിഷബാധ, വയറിളക്കം, ഛർദി എന്നിവയ്ക്ക് കാരണമായേക്കാം. എന്നിരിക്കെ പരിശോധനകൾ ഉൾപ്രദേശത്തെ കടകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം.